നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നത്? പിന്നെ നിങ്ങളെ ആരോ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോ നിങ്ങള് അച്ചായൻ തന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നു. ആ വീഡിയോ നിങ്ങൾ പറയുന്നു. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? എന്റെ ആ വീഡിയോ വരാത്ത അവര് കട്ട് ചെയ്ത് കളഞ്ഞു. അവര് കട്ട് ചെയ്ത് കളഞ്ഞു. അത് തന്നെയാണ് അച്ഛാ, നിങ്ങൾ അത് ചോദിക്കുന്നു. 4 ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് തീരുവോ? അച്ചായൻസ് ഗോൾഡിലെ ടോണി അച്ചായൻ ഒരു തട്ടിപ്പ് വീരനാണ്, ഫേക്ക് ആയിട്ടുള്ള ചാരിറ്റികളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ആണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്ത ആ ഒരു 32 സെക്കൻഡുള്ള ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ക്ലാരിറ്റി വരും. അതായത് അച്ചായൻ 40 കട തുടങ്ങുന്നതിനോടൊപ്പം തന്നെ 40 വീടുകൾ പണിയും എന്നുള്ളൊരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നു. ഈ ഒരു 40 വീടുകളിൽ 31ാമത് പണിഞ്ഞു കൊടുത്ത വീട് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിഞ്ഞു കൊടുത്ത വീടാണ്, അച്ചായൻ പണിഞ്ഞ വീടല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം വീഡിയോസ് യൂട്യൂബിൽ ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറിയത്. സത്യത്തിൽ ഈ ഒരു വീട് പണിഞ്ഞു കൊടുത്തപ്പോൾ അച്ചായൻ ഇതിനകത്ത് എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര രൂപ ഈ പറയുന്ന മേസ്തരിക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര രൂപ ഈ ഒരു ഫാമിലിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒക്കെ ഈ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. അത് കാണാത്തവർക്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടതിലൂടെ അത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതായത് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു ഫാമിലിക്ക് വീട് വെക്കാൻ കൊടുക്കുന്ന മാക്സിമം തുക എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. ഈ പറയുന്ന അച്ഛനും അമ്മക്കും ഈ പണിഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ വീട് 4 ലക്ഷം രൂപക്ക് അതിന്റെ പണി കഴിയില്ല എന്ന് അതിന്റെ ഉടമസ്ഥരായിട്ടുള്ള ഈ ഒരു അച്ഛനമ്മമാര് തന്നെ പറയുന്നുണ്ട്. 4 ലക്ഷം രൂപക്ക് ഈ ഒരു വീടിന്റെ പണി എങ്ങനെ കഴിയും? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ 4 ലക്ഷം രൂപയ്ക്കൊപ്പം അച്ചായൻ കൂടി കൊടുത്ത 4 ലക്ഷം രൂപ മുടക്കിയിട്ട് മൊത്തം 8 ലക്ഷം രൂപയ്ക്കാണ് ആ ഒരു വീടിന്റെ മുഴുവൻ പണി തീർന്നിരിക്കുന്നത്. പിന്നീട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഈ അച്ചായൻ ചെയ്തു എന്ന് പറയുന്ന ഒരു തെറ്റ്, അതായത് ഈ പറയുന്ന ഈ ഒരു ഫാമിലിയുടെ വീഡിയോ അച്ചായൻ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്ത സമയത്ത് ഈ പറയുന്ന ഫാമിലിയുടെ വീടിന്റെ ആ ഒരു പണിക്ക് ഈ പറയുന്ന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടിയ 4 ലക്ഷം രൂപയ്ക്കൊപ്പമാണ് ഞാൻ കാശ് കൊടുത്ത ആ ഒരു വീടിന്റെ പണി തീർത്തത് എന്ന് പറഞ്ഞില്ല എന്നൊരു കുറ്റമാണ് അച്ചായനെതിരെ ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പറയുന്ന സർക്കാരിന്റെ പദ്ധതിയിൽ കിട്ടിയിരിക്കുന്ന വീടുകളുടെ വീഡിയോസ് എടുക്കാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് വന്നു. ഈ പറയുന്ന പഞ്ചായത്തിൽ നിന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണല്ലോ വരുന്നത്. ഈ പറയുന്ന ആങ്കർമാർ ഈ ഒരു വീട്ടുകാരോട് ഈ ഒരു വീടിനെ പറ്റി ചോദിച്ച സമയത്ത് ഈ ഒരു അച്ഛനും അമ്മയും പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു വീടിന്റെ പണി തീർക്കാനായിട്ട് ടോണി അച്ചായൻ സഹായിച്ചിട്ടുണ്ടെന്ന് അവർ ഈ ഒരു വീഡിയോയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പറഞ്ഞൊരു വാചകം, അതായത് ടോണി അച്ചായൻ സഹായിച്ചു എന്ന് പറയുന്ന ആ ഒരു വാചകം സർക്കാരിന്റെ വീഡിയോയിലില്ല. അപ്പോൾ എന്തിനു വേണ്ടി സർക്കാർ സഹായിച്ചു എന്നൊരു വാചകം ടോണി അച്ചായൻ തന്റെ വീഡിയോയിൽ ചേർക്കണം? അതൊരു പോയിന്റാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് സർക്കാർ കൊടുത്ത വീട്ടിൽ ഈ പറയുന്ന ടോണി അച്ചായൻ സഹായിച്ചു എന്ന് പറയുന്ന ആ ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഗവൺമെന്റിന്റെ പ്രൊമോഷൻ വർക്കിനെ അത് കൃത്യമായിട്ട് ബാധിക്കും, പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അച്ചായൻ ഇറക്കിയ വീഡിയോയിൽ ഈ പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇത്ര രൂപ കിട്ടി, ഞാൻ ഇത്ര കൊടുത്തു, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഈ ഒരു വീട് പണിയാനായിട്ട് കൃത്യമായിട്ടൊരു 4 ലക്ഷം രൂപ അച്ചായൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ചായൻ പറഞ്ഞു ഞാൻ വെച്ചു കൊടുത്ത വീട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും പുള്ളിക്കാരനിട്ട് വലിച്ചു കീറേണ്ട ഒരാവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഈ ഒരു നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഫേസ് ക്രീം മാറ്റി വെച്ചതിന്റെ പേരിൽ സ്വന്തം അമ്മയുടെ വാരിയയിൽ ഒടിച്ച മക്കള്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി ബസ്സിൽ കയറി വീഡിയോസ് എടുത്തൊരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതാക്കിയ ഷിംജിത, അതുപോലെ ഈ പറയുന്ന കൊച്ചുകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നവര്, ഈ പറയുന്ന അച്ഛനമ്മമാരെ കൊല്ലുന്ന മക്കളെ കൊല്ലുന്ന അച്ഛനമ്മമാർ, ഇത്രയും ആളുകളൊക്കെ ജീവിക്കുന്ന ഈ ഒരു നാട്ടില് കുറച്ച് പേർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സഹായം ചെയ്യുന്ന, വിദ്യാഭ്യാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് അത് ആ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായിക്കുന്ന, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന, ലോൺ അടക്കാൻ പറ്റാത്തവർക്ക് ലോൺ അടച്ചു കൊടുക്കുന്ന, അത്തരത്തിൽ സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് അടച്ചാക്ഷേപിച്ച് ഇനിയെങ്കിലും ഇത്തരത്തിൽ സഹായം കിട്ടാനായിട്ട് സാധ്യതയുള്ള വ്യക്തികൾക്ക് കിട്ടേണ്ട ആ ഒരു ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒന്നും ഇല്ലാതാക്കരുത് എന്ന് തന്നെ പറയാനുള്ളൂ. ഇതൊക്കെ എന്തിനായി സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയൊരു വിവാദമാക്കി ഇത്രയും ഒരാളായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അച്ചായൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഈ പറയുന്ന യാതൊരു കേസുകളോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് അത് ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇതുവരെ വന്നിട്ടില്ല.
ഈ പറയുന്ന 40 ഷോപ്പുകൾക്കൊപ്പം 40 വീടുകൾ വെക്കാന്നുള്ളൊരു പ്രൊജക്റ്റായിട്ട് വന്നു. അതിനകത്ത് ഒരു വീടിന് മാത്രം ഇത്തരത്തിൽ കള്ളത്തരം കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്